നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് 2026 ക്വസ്റ്റ്യൻ പേപ്പറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് പോകുകയാണ് കേട്ടോ. ഇപ്പൊ 2026 ഫെബ്രുവരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി, ജനുവരി, അങ്ങനെ 2025 ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 2021 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ഇപ്പൊ പദശുദ്ധിയിൽ നിന്നാണ് ചോദ്യമെങ്കിൽ കുറച്ച് പദശുദ്ധി, പ്രീവിയസ് പദശുദ്ധി പഠിക്കുക. വിപരീത പദം പറയുമ്പോൾ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള വിപരീത പദങ്ങൾ പഠിക്കുക. അങ്ങനെ പ്രീവിയസ് വിപരീത പദം പഠിച്ച് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒക്കെ നിങ്ങൾ വീണ്ടും ആ ക്വസ്റ്റ്യനെ കാണാനായിട്ട് സാധിക്കും. എങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് 2021 മുതൽ 26 വരെയുള്ളത്, 2021 മുതൽ 26 വരെയുള്ള മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്കൗട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷ് 7 ക്വസ്റ്റ്യൻ പേപ്പർ എത്തി കേട്ടോ. 7 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എത്തി. അപ്പൊ മലയാളത്തിലെ ആദ്യത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റുകൾ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ പദം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വൃഷ്ടിയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് വൃഷ്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? ചെയ്തു നോക്കണേ. നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് വേഗം ചെയ്യാൻ പോകുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്നുള്ളത് വരുത്തി തീർക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു വൃഷ്ടി ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാൻ പാടില്ല കേട്ടോ. ഏതാണ് ഇതിൽ കറക്റ്റ് വൃഷ്ടി? ചെയ്യാൻ സമയം തരാം. ഏതാണ്? ഡി ആണ് കേട്ടോ. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൃഷ്ടി തെറ്റാൻ പാടില്ല. വൃഷ്ടി എങ്ങനെയാണ് എഴുതുന്നത്? വൃഷ്ടിയിലെ ഷ കഴിഞ്ഞിട്ട് അടിയില് എസ് എന്നുള്ള ഡായാണ് കേട്ടോ. വൃഷ്ടി കേട്ടോ. വൃഷ്ടി തെറ്റാൻ പാടില്ല. വൃഷ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഈ ആരോഗ്യ ശരീരം എന്നൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയാറുണ്ട്. സാധാരണ നമ്മൾ എന്ത് പറയും? ആരോഗ്യമുള്ള ശരീരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ ശരിയായിട്ടുള്ള പദശുദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അരോഗ ശരീരം എന്നാണ് കേട്ടോ. എങ്ങനെയാണ്? അരോഗ ശരീരം. ഇനി ഒരു അരോഗ ശരീരം തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അരോഗ ശരീരം ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അരോഗ ശരീരം. ഇനി തെറ്റിക്കോ? തെറ്റാൻ പാടില്ല. അരോഗ ശരീരം. 47/24 ചോദ്യമാണ് കേട്ടോ. ഇനി അതേപോലെ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള ചോദ്യമാണ് കവയിത്രി അല്ലേ. കവയിത്രി എങ്ങനെയാണ് എഴുതുക? യാവള്ളി താവള്ളി. അത് എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ. യാവള്ളി താവള്ളി കേട്ടോ. യാന്റെ കൈനിട്ടാണ് വള്ളി ഇടുന്നത്, താ കൈനിട്ടാണ് വള്ളി ഇടുന്നത് കേട്ടോ. കവയിത്രി 102/2024 ചോദ്യമാണ്. അതേപോലെ തന്നെ ഇതിലെ ഓപ്ഷൻ എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഈ 102/24 ഓപ്ഷനുള്ള ആൻസർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ യാദൃച്ഛികം നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ബാഷ്പാഞ്ജലി, അതിഥി, ഇതൊക്കെ അതിലത്തെ ഓപ്ഷൻസ് ആയിരുന്നു. യാദൃച്ഛികം നമ്മൾ എങ്ങനെ എഴുതും? യാദൃച്ഛികം അല്ലെ, ചായാണ് കേട്ടോ. അച്ഛൻ അല്ലെ, അച്ഛൻ എന്നുള്ളതിലെ ചായാണ് യാദൃച്ഛികം. അതിന് നമ്മൾ എങ്ങനെ കൂടിട്ട് പഠിക്കുക? അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് പഠിക്കുക കേട്ടോ. അച്ഛനെ യാദൃച്ഛികമായി കണ്ടു. നമ്മൾ അച്ഛൻ എങ്ങനെ എഴുതുക? അച്ഛൻ എഴുതുന്നത് ഇങ്ങനെയല്ലേ, അച്ഛൻ. അതേപോലെ ചായാണ് ഇത് യാദൃച്ഛികത്തിലെ ചട്ടോ. ഇനി അതേപോലെ ബാഷ്പാഞ്ജലി, അതില് ബാ എഴുതി ബാഷ്പ, ഇതിവിടെ നമുക്ക് അറിയാം. ഇനി എഴുതേണ്ടത് ഞായാണ് ഫസ്റ്റ് വരേണ്ടത്. ബാഷ്പാഞ്ജലി കണ്ടോ. ബാഷ്പാഞ്ജലി ഇതൊക്കെ അതിലത്തെ ഓപ്ഷൻസ് ആണ് കേട്ടോ. 102/24 ഓപ്ഷൻസ് ആണ്. ബാഷ്പാഞ്ജലി. അതേപോലെ അതിഥി, തായാണ് ഫസ്റ്റ് വരേണ്ടത് കേട്ടോ. താ നമ്മൾ താത്ത തന്ന എഴുതുമല്ലോ മലയാളത്തില്. അതിലത്തെ ഫസ്റ്റത്തെ താ ആയിരിക്കണം ആദ്യം വരേണ്ടത്, എന്നിട്ട് വേണം ഇത് വരാൻ കേട്ടോ. അതിഥി കണ്ടോ. അപ്പൊ നമ്മൾ എത്ര പദശുദ്ധികൾ പഠിച്ചു അല്ലേ? നമ്മൾ 7 പദശുദ്ധി കാണാണ്ട് പഠിച്ചു. അപ്പൊ ഡെയിലി നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കടന്നു പോകും. ഒരുപാട് പുതിയ, അതേപോലെ നമ്മൾ SSCRTയിലെ പദശുദ്ധി അടക്കം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. നന്നായി പഠിക്കണേ. അപ്പൊ വൃഷ്ടി ഇനി തെറ്റാൻ പാടില്ല. വൃഷ്ടി എഴുതുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ട്ടോ. എസ് ഡായാണ് വൃഷ്ടി. അരോഗ ശരീരം. കവയിത്രി യാവള്ളി താവള്ളി ട്ടോ. യാദൃച്ഛികം അച്ഛനെ യാദൃച്ഛികമായി കണ്ടു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഏത് ചായാണെന്ന് ഓർമ്മ കിട്ടും. സാധാരണ എപ്പോഴും അവരിട്ട് തരുന്ന ച ഇങ്ങനെയാണ്. ഇത് തെറ്റാണ് കേട്ടോ.
അതുപോലെ ബാഷ്പാഞ്ജലി, അതുപോലെ ഞ കേട്ടോ, ഈ ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അതിഥി, ഇനി തെറ്റിക്കാൻ പാടില്ല. അതേപോലെ 66/2024 ഒരു ചോദ്യമാണ് പദശുദ്ധിയില് ആഖ്യാനം എന്നുള്ളത് എങ്ങനെ എഴുതും എന്നുള്ളത് കേട്ടോ. ആഖ്യാനം എഴുതുന്നത് നേടിയിട്ട് ഘാട്ടോ, ആഖ്യാനം. നമ്മള് നഖം എന്ന് എഴുതില്ലേ, നഖം എന്ന് എഴുതുന്ന അതേ ഇതാണ്, ഗായാണ് കേട്ടോ. ആഖ്യാനം 66/24 ചോദ്യമാണ് ആഖ്യാനം, തെറ്റിക്കാൻ പാടില്ല, ആഖ്യാനം. ഇനി അതേപോലെ ഒരുപാട് ഇതിന്റെ കറക്റ്റ് ഫാക്ട്സ് ഒരുപാട് തരുമ്പോൾ ഒരുപാട് സമയമായി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേശ്ശെ പഠിപ്പിച്ചു തന്നാൽ മതി, എങ്കിൽ കുറച്ച് ഇട്ട് തരാം കേട്ടോ, അങ്ങനെ മതിയെങ്കിൽ കേട്ടോ. അതേപോലെ 38/24 ചോദ്യമാണ്, 38/24 ചോദ്യമാണ് ഏതാണെന്നറിയോ, വിദ്യുത് ശക്തി എന്നുള്ളത് കേട്ടോ. എങ്ങനെയാണ് വിദ്യുത് ശക്തി എന്ന് എങ്ങനെ എഴുതും, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, വിദ്യു, അതും എങ്ങനെ എഴുതണം എന്നറിയോ, നമ്മുടെ അച്ഛന്റെ ചായ് ആണ് കേട്ടോ വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് അച്ഛനെ യാദൃച്ഛികമായി കണ്ടു, എവിടെ വെച്ചിട്ട്, വിദ്യുത് ശക്തിയിൽ. നമ്മൾ വൈദ്യുതിയൊക്കെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവാന്ന് പറയില്ലേ, വിദ്യുത് ശക്തി. അപ്പൊ അതില് ചട്ടോ, അച്ഛൻ ച ഒരേത്, യാദൃച്ഛികം, വിദ്യുത് ശക്തി, കണ്ടോ, ഇതൊക്കെ ച ആണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ആ ചാന്റെ അവിടെയാണ് PSC എന്ത് ചെയ്യുക, അവിടെ നമുക്ക് തെറ്റായിട്ടുള്ളത് വരിക കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, വിദ്യുത് ശക്തി. ക്വസ്റ്റ്യൻ കോഡ് 38/24. ഇനി 71/24 ഒരു പദശുദ്ധി ചോദ്യം നമുക്ക് നോക്കാം. 71/24 ചോദ്യം വന്നിരിക്കുന്നത് ലേഖകൻ. എങ്ങനെ എഴുതും, ലേഖകൻ, ലേഖകൻ, ലേഖകൻ. ഈ അതും ഗായാണ് കേട്ടോ, നഖത്തിലെ ഗായാണ് ലേഖകൻ. ആഖ്യാനം, ആഖ്യാനം നഖത്തിലെ ഗായാണ്. അതേപോലെ ലേഖകൻ, നഖം ട്ടോ, നഖം എന്നുള്ളതിലെ ഗായാണ് ലേഖകൻ. ആഖ്യാനം, ലേഖകൻ, ആഖ്യാനം ഏത് ഗായാണ്, നഖത്തിലെ ഗായാണ്, ഗാട്ടോ, ലേഖകൻ. ചോദ്യം 71/24. ശബ്ദം, അതിൽ ഓപ്ഷൻസ് ആണ് കേട്ടോ. ശബ്ദം എങ്ങനെ എഴുതും, ഈദായാണ് അല്ലെ, അവർ ഓപ്ഷൻ ഇട്ടത് ഈദായാണ് കേട്ടോ. അപ്പൊ ശബ്ദം ഇങ്ങനെയാണ് എഴുതുക. അതേപോലെ നിഘണ്ടു എങ്ങനെ എഴുതും, അതിലത്തെ ഓപ്ഷൻസ് ആണ്. നിഘണ്ടു അല്ലെ, ഇങ്ങനത്തെ ഡായാണ് അല്ലെ, ഇങ്ങനത്തെ ഡായാണ് നിഘണ്ടു എന്നൊരു. പക്ഷേ അവർ തന്നിട്ടുള്ള ഓപ്ഷൻ ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കേട്ടോ, തെറ്റാണ്. അപ്പൊ ലേഖകൻ എങ്ങനെ എഴുതുന്നത് നോക്കണം, ശബ്ദം എങ്ങനെ എഴുതുന്നത് നോക്കണം, നിഘണ്ടു ഇങ്ങനെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ പദശുദ്ധി പഠിച്ചു അല്ലെ. അപ്പൊ എത്ര പദശുദ്ധി നമ്മൾ പഠിച്ചു, 1 2 3 4 5 6 7 8 9 10 11 12 പദശുദ്ധി കഴിഞ്ഞു ഇല്ലേ. 12 പ്രീവിയസ് ചോദ്യങ്ങൾ, പ്രീവിയസ് ആയിട്ടുള്ള 12 പദശുദ്ധികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പഠിച്ചു പോകാം കേട്ടോ നമുക്ക്. അപ്പൊ വൃഷ്ടി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഇനി തെറ്റിക്കാൻ പാടില്ല. വൃഷ്ടി യെസ് ഡായാണ് കേട്ടോ, വൃഷ്ടി. അരോഗ ശരീരം, കവയിത്രി, യാദൃച്ഛികം, അച്ഛൻ, ബാഷ്പാഞ്ജലി കേട്ടോ. ഈ ഞ ആണ് ഫസ്റ്റ് വരിക. അത് നമ്മളൊന്ന് ആ പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാഷ്പാഞ്ജ അങ്ങനെയല്ലേ വരുന്നത്, ജ അല്ലേ. അപ്പൊ ബാഷ്പാഞ്ജലി, അതിഥി, ആഖ്യാനം, ആഖ്യാനം, ലേഖകൻ, അതുപോലെ വിദ്യുത് ശക്തി, ശബ്ദം, നിഘണ്ടു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയാലോ. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്, വൃഷ്ടി അല്ലേ, വൃഷ്ടിയാണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ്, സംവൃതം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. സംവൃതത്തിന്റെ വിപരീത പദം ഏതാണിത്, വിവൃതമാണ് കേട്ടോ. സംവൃതം ഏതാണ്, വിവൃതം. സംവൃതം, വിവൃതം. മനസ്സിലായോ, ഇനി തെറ്റിക്കാൻ പാടില്ല. സംവൃതം എന്താണ്, വിപരീത പദം വിവൃതം. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങൾ നമുക്ക് നോക്കാം. അതില് 102/24 ചോദ്യമാണ് തിക്തം. തിക്തത്തിന്റെ വിപരീത പദം എന്താണ്, തിക്തം. തിക്തത്തിന്റെ വിപരീത പദം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാ കേട്ടോ. വിയോഗം, വിയോഗം, വിയോഗം. 66/24 ചോദ്യമാണ്.
38/24 ചോദ്യമാണ് അമരം. ഇതിന്റെ ഒക്കെ ഒന്ന് ഓപ്പോസിറ്റ് അറിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ, പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതുപോലെ 71/24 ചോദ്യമാണ് ദൃഢം. ദൃഢം. അടുത്തത് 78/24 ചോദ്യമാണ് സുപ്രസിദ്ധം. സുപ്രസിദ്ധം. ഇതൊക്കെ വിപരീത പദം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 97/24 ചോദ്യമാണ് അഗ്രജൻ. അഗ്രജൻ ട്ടോ. അതേപോലെ 112/24 ചോദ്യമാണ് ഋതം. ഋതത്തിന്റെ ഓപ്പോസിറ്റ്. 122/24 ചോദ്യമാണ് പ്രാചീനം. പ്രാചീനത്തിന്റെ വിപരീത പദം. 109/24 ചോദ്യം ക്ഷണികം. ക്ഷണികം അതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദം. 117/24 117/24 ചോദ്യമാണ് അധ്യാത്മം. അധ്യാത്മം അതിന്റെ വിപരീത പദം. 22/24 ചോദ്യമാണ് വൃദ്ധി. വൃദ്ധി ഓപ്പോസിറ്റ്. 20/24 ചോദ്യമാണ് ആരോഹണം. ഓക്കെ, ഇതിന് കിട്ടിയ നിങ്ങൾക്ക് എത്ര ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മളിപ്പോ എത്ര എണ്ണം പഠിച്ചു? 6, 7, 8, 9, 10, 11, 12 അല്ലേ? 12, 13. ടോട്ടൽ 13 വിപരീത പദം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ളത് പഠിക്കാൻ പോവുകയാണ്. തിക്തത്തിന്റെ തിക്തം പറഞ്ഞാൽ എന്താണെന്നറിയോ? കയ്പാണ് കേട്ടോ. കയ്പ് എന്ന് പറയില്ലേ തിക്തം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? മധുരം വരും അല്ലേ? തിക്തത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മധുരം. തിക്തം കയ്പാണ് കേട്ടോ. കയ്പ്. തിക്തം എന്താണ്? കയ്പാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മധുരം. മറക്കാൻ പാടില്ല. വിയോഗം. വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് വിയോഗം. വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് സംയോഗം എന്നാണ്. വിയോഗം സംയോഗം. തിക്തം മധുരം. വിയോഗം സംയോഗം. വിയോഗം സംയോഗം. വിയോഗം സംയോഗം. അമരത്തിന്റെ ഓപ്പോസിറ്റ് അണിയം ട്ടോ. അണിയം അമരം. അമരം അണിയം. അണിയം അമരം. അതുപോലെ ദൃഢം. ദൃഢത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശിഥിലമാണ് കേട്ടോ. ദൃഢം ശിഥിലം. ദൃഢം ശിഥിലം. സുപ്രസിദ്ധം. സുപ്രസിദ്ധം കുപ്രസിദ്ധം. സുപ്രസിദ്ധം എന്താണ്? കുപ്രസിദ്ധമാണ്. അഗ്രജൻ അവരജൻ. അഗ്രജൻ അവരജൻ. അഗ്രജൻ അവരജൻ. ഋതം. ഋതത്തിന്റെ ഓപ്പോസിറ്റ് ഋതം അനിർദ്ധമാണ് കേട്ടോ. ഋതം അനിർദ്ധം. പ്രാചീനം. പ്രാചീനം അർവാചീനം. പ്രാചീനം അർവാചീനം. പ്രാചീനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അർവാചീനം. അടുത്ത ക്ഷണികം. ക്ഷണികത്തിന്റെ വിപരീത പദം ശാശ്വതമാണ്. ക്ഷണികം ശാശ്വതമാണ്. ആധ്യാത്മത്തിന്റെ വിപരീത പദം ആധ്യാത്മികം. ആധ്യാത്മം ഭൗതികമാണ് കേട്ടോ. ആധ്യാത്മ ഭൗതികമാണ്. വൃദ്ധി. വൃദ്ധി എന്ന് പറയുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുക അല്ലെ? പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്ഷയം. മറ്റേ ക്ഷയം അല്ല കേട്ടോ. ട്യൂബർകുലോസിസ് അല്ല. ഇത് വൃദ്ധി പറയുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുക. അത് അഭിവൃദ്ധി ഇല്ലാതെ ആകുന്ന അവസ്ഥയാണ് ക്ഷയം എന്ന് പറയുന്നത്. ആരോഹണം ഓപ്പോസിറ്റ് എന്താണ്? അവരോഹണമാണ് കേട്ടോ. ആരോഹണത്തിന്റെ ഓപ്പോസിറ്റ് അവരോഹണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഒന്നും കൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. സംവൃതത്തിന്റെ വിപരീത പദം വിവൃതം. സംവൃതം വിവൃതം. സംവൃതം വിവൃതം. തിക്തം മധുരം. വിയോഗം സംയോഗം. അമരം അണിയം. ദൃഢം ശിഥിലം. സുപ്രസിദ്ധം കുപ്രസിദ്ധം. അഗ്രജൻ അവരജൻ. ഋതം അനൃതം. പ്രാചീനം അർവാചീനം. ക്ഷണികം ശാശ്വതം. ആധ്യാത്മം ഭൗതികം. വൃദ്ധി ക്ഷയം. ആരോഹണം അവരോഹണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. ഇവിടെ ആൻസർ ഏതാണ് വരിക? സി ആണ് കേട്ടോ. ഇത് തെറ്റാണ്. ലേഖകൻ. ലേഖക അല്ല. എന്താണ്? ഏതാണ് ആൻസർ വരിക? ലേഖകൻ. ഓക്കെ, നമുക്ക് വരാം. അല്ല, ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആൻസറുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച്. ഇതൊക്കെ ശരിയാണ്. വിദ്വാൻ വിദുഷിയാണ്. പത്നി ഭാര്യയാണ് അല്ലെ? അപ്പൊ ഭർത്താവിനെ പതി എന്ന് പറയും. മകൻ മകൾ. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക്
കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കാം കേട്ടോ. ഈ ലേഖകന്റെ എന്താണ് സ്ത്രീലിംഗ പുല്ലിംഗ പദം എന്താണ് വരിക? സ്ത്രീലിംഗം പുല്ലിംഗ പദം എന്ത് വരും? പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നമുക്ക് വരാം കേട്ടോ. എല്ലാം പഠിക്കാം. വിദ്വാൻ വിദുഷി ഒന്ന് പഠിച്ചോ. വിദ്വാൻ വിദുഷി. വിദ്വാന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദുഷിയാണ്. പത്നി സ്ത്രീലിംഗമാണ്. ഭാര്യ ഭർത്താവ് പതിയാണ്. 2 എണ്ണം പഠിച്ചു. മകൾ അല്ലേ? മകൻ പുല്ലിംഗ പദമാണ്. മകൾ സ്ത്രീലിംഗ പദമാണ്. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചു പോകാം. 47/24 ചോദ്യമാണ് ചെട്ടിച്ചി. അതിന്റെ ഇത് സ്ത്രീലിംഗ പദമാണ് കേട്ടോ. അതിന്റെ പുല്ലിംഗ പദം ഏതാണ്? ചെട്ടിച്ചിയുടെ പുല്ലിംഗ പദം ഏതാണ്? അതിൽ ക്വസ്റ്റ്യന് ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോറി, ക്വസ്റ്റ്യൻ ഡിലീഷൻ തെറ്റി. ഓക്കെ, അടുത്ത് പോട്ടെ. നമുക്ക് 102/24 ചോദ്യം നോക്കാം. 102/24 ചോദ്യം. അതില് പുല്ലിംഗ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകളാണ് കേട്ടോ. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകളാണ്. അത് സ്ത്രീലിംഗ പദമാണ്. അതിന്റെ പുല്ലിംഗം ഏതു? സ്നുഷ. അതേപോലെ 66/24 കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. 66/24 ഭൃത്യ എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യൂ. 71/24 സുധൻ. പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ എഴുതിക്കേ. 88/24 97/24 കവി എന്താണ്? അടുത്തത് 117/24 വൈരി. അതിന്റെ പുല്ലിംഗം എഴുതണം. 20/24 41/24 കർഷകൻ. 82/24 വിദ്വാൻ. കണ്ടോ? അതാ ചോദ്യം കേട്ടോ. അപ്പോ ഇത് രണ്ടാം ചോദ്യങ്ങൾ വന്നത് കണ്ടോ? അപ്പൊ നമ്മളിവിടെ വിദ്വാന്റെ വിപരീത പദം നമുക്ക് കിട്ടി. അല്ല സോറി, സ്ത്രീലിംഗ പദം കിട്ടി വിദുഷി. അപ്പൊ അതേപോലെ 52/24 ചോദ്യവും ഉണ്ട്. ഏത്? വിദ്വാൻ എന്നുള്ളത് കേട്ടോ. നായകൻ. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സ്നുഷ അല്ലെ? സ്നുഷ അതിന്റെ പുല്ലിംഗ പദം എന്താണ്? സ്നുഷയുടെ പുല്ലിംഗ പദം സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ എന്നാണ്. അപ്പൊ മരുമകൻ എന്ന അർത്ഥത്തിൽ വരുന്ന മലയാള പദം ഏതാണ്? ജാമാതാവ് ആണ് കേട്ടോ. ആരാണ്? ജാമാതാവ്. ജാമാതാവ് മരുമകൻ. മരുമകളിന് സ്നുഷ എന്നാണ് മലയാളത്തില് പറയാ കേട്ടോ. സ്നുഷ. ഇനി ഭൃത്യ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അതിന്റെ പുല്ലിംഗ പദം ഏതാണ്? ഭൃത്യനാണ് കേട്ടോ. ഭൃത്യൻ. സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? സുധന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? സുധയാണ് കേട്ടോ. സുധൻ, സുധ. ഇനി കവി, അത് നമുക്കറിയാം അല്ലേ? കവി എന്താണ്? കവി കവയിത്രിയാണ് അല്ലെ? കവി ഒരു വേഗം കവിയിത്രി എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. വാ കഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളിയില്ല. യാവള്ളി താവള്ളി എന്ന് പഠിക്കുക കേട്ടോ. യാവള്ളി താവള്ളി. കവയിത്രി. ഇനി വൈരിയുടെ സ്ത്രീലിംഗം എന്താണ്? വൈരി എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗ പദം ഏത്? വൈരിണിയാണ് കേട്ടോ. വൈരിണി. ഇനി മിടുക്കി അല്ലേ? മിടുക്കൻ ആരാ? മിടുക്കിയാണ്. കർഷകൻ. നമ്മൾ കർഷകര് പറയില്ല. കർഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊരു പുല്ലിംഗ നാമമാണ്. എന്നാൽ അതിന്റെ സ്ത്രീലിംഗ നാമം ഏതായിരിക്കും? കർഷക കേട്ടോ. ഏതാണ്? കർഷക. വിദ്വാൻ നമ്മളിപ്പോ പഠിച്ചു. വിദുഷി. നായകൻ ഏതാണ്? നായികി എന്ന് വരുവോ? നായികയാണോ? നായിക കേട്ടോ. ഏതാണ്? നായിക.
ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കേട്ടോ. അപ്പൊ സ്നുഷ എന്ന് പറഞ്ഞാൽ അതിന്റെ പുല്ലിംഗം ജാമാതാവ്, ഭൃത്യ ഭൃത്യൻ, സുധൻ സുധ, കവി കവയിത്രി, വൈരി വൈരിണി, മിടുക്കൻ മിടുക്കി, കർഷകൻ കർഷക, വിദ്വാൻ വിദുഷി, നായകൻ നായിക. നമുക്കിനി അടുത്തത് നോക്കാം. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏതാണ്? ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റപ്പദം അത്യന്താപേക്ഷിതമാണ്. ഏതാണ്? അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാനാവാത്തത് എന്നതിന്റെ ഒറ്റപ്പദം. എങ്കിൽ നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങളൊന്ന് നോക്കാം. 47/24 ചോദ്യമാണ്. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന അതിന്റെ ഒറ്റപ്പദം. മഞ്ഞപ്പട്ടുടുത്തവൻ, മഞ്ഞപ്പട്ടുടുത്തവൻ, മഞ്ഞപ്പട്ടുടുത്തവൻ അതിന്റെ ഒറ്റപ്പദം എന്താണ്? അടുത്ത 102/24 പൊക്കമുള്ളവൻ അതിന്റെ ഒറ്റപ്പദം. പൊക്കമുള്ളവൻ, പൊക്കമുള്ളവൻ. നെക്സ്റ്റ് വൺ 38/24 ചോദ്യം അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം എന്താണ്? അറിയാനുള്ള ആഗ്രഹം. 71/24 ചോദ്യം രാജാവും ഋഷിയുമായവൻ. രാജാവും ഋഷിയുമായവൻ ഇതിന്റെ ഒറ്റപ്പദം അറിയാമെങ്കിൽ ഫില്ല് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. വ്യാകരണം അറിയുന്നവൻ, വ്യാകരണം അറിയുന്നവൻ. നൈതികം എന്നാൽ എന്താണ്? അതിന്റെ ഒറ്റപ്പദം. നൈതികം എന്നാൽ, നൈതികം പറഞ്ഞാൽ ഒറ്റപ്പദമാണ്. അതിന് വിഗ്രഹിച്ചിട്ട് എഴുതണം കേട്ടോ. 92/24 ചോദ്യമാണ്. അതേപോലെ തന്നെ 92 തന്നെ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ഏഴാമത്തേല് 92/24 നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് പ്രസ്താവനയാണ് ചോദിച്ചത്. അതിൽ 4ഉം എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ആ 92/24 4 ഓപ്ഷൻ ഞാൻ ഇവിടെ പറയാം. നമുക്കിവിടെ ആൻസറിലേക്ക് എത്തണം അല്ലേ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത തരാം. ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. മഞ്ഞപ്പട്ടുടുത്തവൻ ആരാണ്? മഞ്ഞപ്പട്ടുടുത്തവൻ പീതാംബരനാണ് കേട്ടോ. മഞ്ഞപ്പട്ടുടുത്തവൻ ഒറ്റപ്പദം പീതാംബരൻ. മഞ്ഞപ്പട്ടുടുത്തവൻ ആരാണ്? പീതാംബരനാണ്. ഒറ്റപ്പദം കേട്ടോ. പൊക്കമുള്ളവൻ, പൊക്കമുള്ളവൻ ആരാണ്? പ്രാംശു ആണ് കേട്ടോ. പ്രാംശു എന്നാണ് മലയാളത്തില് പൊക്കമുള്ളവനെ പറയുന്ന ഒറ്റപ്പദം എന്താണ്? പ്രാംശു എന്നാണ്. അറിയാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസയാണ് അല്ലെ? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. രാജാവും ഋഷിയുമായവൻ, രാജാവും ഋഷിയുമായവൻ ആരാണ്? രാജർഷിയാണ് കേട്ടോ. രാജാവും ഋഷിയുമായവൻ രാജർഷിയാണ്. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വ്യാകരണം അറിയുന്നവൻ ഒറ്റപ്പദം വൈയാകരണനാണ്. ആരാണ്? വൈയാകരണൻ, വൈയാകരണൻ. അടുത്തത് നൈതികം എന്നാൽ, നൈതികം എന്നാൽ എന്താണ്? നീതിയെ സംബന്ധിച്ചതാണ് കേട്ടോ. നീതിയെ സംബന്ധിച്ചതാണ്, നീതിയെ സംബന്ധിച്ചതാണ് നൈതികം. അപ്പൊ ഇവിടെ പഠിച്ചത് നമ്മൾ എന്താ പറഞ്ഞത്? ഒഴിച്ചുകൂടാനാവാത്തത് എന്നതിന്റെ ഒറ്റപ്പദം അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നതിന്റെ ഒറ്റപ്പദം പീതാംബരൻ. പൊക്കമുള്ളവൻ എന്നതിന്റെ പ്രാംശു. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ജിജ്ഞാസ. രാജാവും ഋഷിയുമായവൻ രാജർഷി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. നൈതികം, നീതിയെ സംബന്ധിച്ചത് ഒറ്റപ്പദമാണ് നൈതികം. എങ്കിൽ നമുക്ക് ഇതിന്റെ ആ ഓപ്ഷനിൽ ചോദിച്ച 4 കൂടി നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. 92/24 ചോദ്യമാണ് കേട്ടോ. 92/24 4 ഓപ്ഷൻസ് തരാം. ലിംഗത്തെ സംബന്ധിച്ചത് എന്താ വരിക? ലിംഗത്തെ സംബന്ധിച്ചത്, ലിംഗത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം
വ്യാകരണത്തെ സംബന്ധിച്ചത്. കണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് മാറി. അപ്പൊ വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതേ ചോദ്യം വീണ്ടും വന്നിരിക്കുന്നത് കണ്ടോ. വ്യാകരണത്തെ സംബന്ധിച്ചത്, പിതാവിനെ സംബന്ധിച്ചത്, പിതാവിനെ സംബന്ധിച്ചത്, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ, കുടിക്കാനാഗ്രഹമുള്ളവൻ. എന്താണ് ഇതിന്റെയൊക്കെ ഒറ്റപ്പദം? കുടിക്കാൻ ആഗ്രഹമുള്ളവൻ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? ലിംഗത്തെ സംബന്ധിച്ചത്. എന്താ ചെയ്യുക നിങ്ങൾ ഇതും? ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. എന്താണ്? ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. അടുത്തത് വ്യാകരണത്തെ സംബന്ധിച്ചത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു പോയതാണ് വൈയാകരണം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു വരുമ്പോൾ വീണ്ടും ആ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ തെറ്റ് വരാൻ പാടില്ല, അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആണ്. അപ്പൊ നിങ്ങളുടെ പഠനത്തിന്റെ റൂട്ട് ശരിയായ രീതിയിലാണ് കേട്ടോ. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണനാണ്. വൈയാകരണം കേട്ടോ. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ്. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ്. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപ്പാസു ആണ് കേട്ടോ. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപ്പാസു ആണ്. ഇനിയും ഒരു കാര്യം ചെയ്യാം. 97/24 ഒരു ചോദ്യം കൂടി നോക്കിക്കോ. വർഷം തോറും എന്താണ് ഒറ്റപ്പദം? വർഷം തോറും ഒറ്റപ്പദം ഏത്? 112/24 ഒരു ചോദ്യം കൂടി തരാം. ഉചിതമായ സ്ഥിതി. എന്താണ് ഒറ്റപ്പദം? ഉചിതമായ സ്ഥിതി. വർഷം തോറും അതിന്റെ ഒറ്റപ്പദം. വർഷം തോറും പ്രതിവർഷം. വർഷം തോറും എന്താണ്? പ്രതിവർഷം. എങ്കിൽ ഉചിതമായ സ്ഥിതി എന്താണ്? ഉചിതമായ സ്ഥിതി ഔചിത്യമാണ്. ഔചിത്യം കേട്ടോ. ഉചിതമായ സ്ഥിതി എന്താണ്? ഔചിത്യം ട്ടോ. ഔചിത്യമാണ്. ഉചിതമായ സ്ഥിതി എന്താണ്? ഔചിത്യം. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. വർഷം തോറും പ്രതിവർഷം. ഉചിതമായ സ്ഥിതി ഔചിത്യം. മനസ്സിലായോ? മഞ്ഞപ്പട്ടുടുത്തവൻ എന്താ പറഞ്ഞ? പീതാംബരൻ എന്ന് പറഞ്ഞു അല്ലെ. പൊക്കമുള്ളവൻ എന്താ പറഞ്ഞ? പൊക്കമുള്ളവന്റെ ഒറ്റപ്പദം കിട്ടണം. ആൻസർ കിട്ടണം. മനസ്സിലങ്ങോട്ട് കിട്ടണം. പ്രാംശു ട്ടോ. പ്രാംശു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. രാജാവും ഋഷിയുമായവൻ രാജർഷി. പിന്നെ വ്യാകരണം അറിയുന്നവൻ എന്താ പറഞ്ഞ? വൈയാകരണം. നൈതികം എന്നാൽ നീതിയെ സംബന്ധിച്ചത് എന്നാണ്. പിന്നെ ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം. വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. അതേപോലെ കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. വർഷം തോറും പ്രതിവർഷമാണ്. ഒറ്റപ്പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉചിതമായ സ്ഥിതി ഔചിത്യം. എത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ? അടുത്തത് ചേർത്തെഴുതുക എന്നതിൽ നിന്നും വന്ന ചോദ്യമാണ്. ആ പ്ലസ് ആൾ ചേർത്തെഴുതിക്കേ. ആ പ്ലസ് ആൾ ചേർത്തെഴുതിയാൽ അയാൾ എന്നാണ് ആൻസർ വരിക കേട്ടോ. ബി ആണ് ഓപ്ഷൻ വരുന്നത്. ആ പ്ലസ് ആൾ ഏതാണ്? ആ പ്ലസ് ആൾ അയാൾ. അയാൾ എന്ന് വരില്ല, അയാൾ എന്നാണ് വരിക. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളൊന്ന് നോക്കാം. 47/24 PSCയുടെ ചോദ്യം പിരിച്ചെഴുതലാണ് കേട്ടോ. പോട്ടെ പ്ലസ് അവൻ. ഇതിനെ ചേർത്തെഴുതി നോക്കിക്കേ. അതേപോലെ ദു പ്ലസ് ജനം ചേർത്തെഴുതിക്കേ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 66/24. 38/24 ചോദ്യമാണ്. വാക്ക് പ്ലസ് വാദം. ഇതൊക്കെ ഒന്ന് ചേർത്തെഴുതി തരും. ചിലപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ചേർത്തെഴുതാൻ പറയും. അല്ലെങ്കിൽ ചേർത്തെഴുതി വാക്കിനെ തന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ രണ്ടും ചോദിക്കാം കേട്ടോ. വാക്ക് പ്ലസ് വാദം ചേർത്തെഴുതണം. അതുപോലെ തീ പ്ലസ് കനൽ. പഠിക്കുമ്പോൾ രണ്ടും ഒപ്പം പഠിച്ചു പോകണം കേട്ടോ. എന്നാലേ നമുക്കത് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ 92/24 ചോദ്യമാണ്. എരി പ്ലസ് തീ ഒന്ന് ചേർത്തെഴുതിക്കേ. പോട്ടെ പ്ലസ് അവൻ ട്ടോ. പോട്ടെ പ്ലസ് അവൻ എങ്ങനെ നമുക്ക് ചേർത്തെഴുതാം?
പോട്ടവൻ എന്ന് എഴുതാം ട്ടോ. എങ്ങനെയാണ്? പോട്ടെ പ്ലസ് അവൻ പോട്ടവൻ, പോട്ടെ പ്ലസ് അവൻ പോട്ടവൻ എന്നും എഴുതാം. അതുപോലെ പോട്ടേയവൻ എന്നും എഴുതാം, പോട്ടേയവൻ എന്നും എഴുതാം. ഇത് രണ്ടും ശരിയാണ് കേട്ടോ. പോട്ടെ പ്ലസ് അവൻ പോട്ടവൻ അല്ലെങ്കിൽ പോട്ടേയവൻ എന്നും എഴുതാം. ദു പ്ലസ് ജനം എന്താണ്? ദുർജനമാണ് കേട്ടോ. ദുർജനമാണ് ഇങ്ങനെ പിരിച്ചെഴുതുന്നത് കേട്ടോ. ദുർജനം. വാക്ക് പ്ലസ് വാദം വാഗ്വാദമാണ്. വാക്ക് പ്ലസ് വാദം വാഗ്വാദം. തീ പ്ലസ് കനൽ തീക്കനൽ. കനലിനൊരു പ എന്നുള്ള ഉച്ചാരണം വന്നു അല്ലേ? തീക്കനൽ. തീ പ്ലസ് കനൽ തീക്കനൽ. അപ്പൊ നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തരും. തീക്കനൽ എന്ന് പിരിച്ചെഴുതാനും പഠിക്കണം, തീ പ്ലസ് കനൽ എന്ന് പഠിക്കണം. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുള്ള ചോദ്യമാണ്. വാഗ്വാദം ഇത് തന്നിട്ട് എങ്ങനെ പിരിച്ചെഴുതും കേട്ടോ. വാക്ക് പ്ലസ് വാദമാണ് വാഗ്വാദം. എരി പ്ലസ് തീ എരിതി അല്ലേ? എന്താണ്? എരിതി. പഠിച്ചല്ലോ അല്ലേ? പോട്ടെ പ്ലസ് അവൻ പോട്ടവൻ അല്ലെങ്കിൽ പോട്ടേയവൻ രണ്ടും വരും. ദു പ്ലസ് ജനം ദുർജനം. വാക്ക് പ്ലസ് വാദം വാഗ്വാദം. തീ പ്ലസ് കനൽ തീക്കനൽ. എരി പ്ലസ് തീ എരിതി. ഇനി അതേപോലെ ഇവിടെ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ അല്ലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അല്ലിംഗ ബഹുവചനം അല്ലാത്തത് ആണ് എന്നല്ല ചോദിക്കുന്നത്, അല്ലാത്തത് ഏതാണ്? അല്ലിംഗ ബഹുവചനം അല്ലാത്തത് ഡി ആണ് അല്ലെ? ആൺമക്കൾ എന്നാണ് ഇവിടെ അല്ലിംഗ ബഹുവചനം അല്ലാത്തത്. അപ്പൊ ഈ ആൺമക്കൾ എന്നുള്ളത് ഏത് ബഹുവചനത്തിൽ വരും? സല്ലിംഗ ബഹുവചനത്തിൽ വരും. സല്ലിംഗമാണ് കേട്ടോ. സല്ലിംഗ ബഹുവചനത്തില് വരുന്നതാണ്. അപ്പൊ എന്താണ് സല്ലിംഗ ബഹുവചനം അല്ലെങ്കിൽ അല്ലിംഗ ബഹുവചനം? അതേപോലെ പിന്നെ ഏതാ പറയാ നമ്മള്? പൂജക ബഹുവചനം എന്ന് പറയും അല്ലേ? അപ്പൊ സല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതില് നമുക്ക് നോക്കാം. സല്ലിംഗ ബഹുവചനം ഉണ്ട്, സല്ലിംഗ ബഹുവചനം ഉണ്ട്, അല്ലിംഗ ബഹുവചനം ഉണ്ട്, അതുപോലെ പൂജക ബഹുവചനവും ഉണ്ട്. പൂജക ബഹുവചനവും ഉണ്ട്. അപ്പൊ നമുക്ക് സല്ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗം തിരിച്ചറിയാനായിട്ട് പറ്റും. ആ വാക്കുകളില് അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വാക്കുകൾ ആണെങ്കിൽ അത് സല്ലിംഗ ബഹുവചനം ആണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പഠിച്ചത് ഇപ്പൊ ഏതാണ്? ആൺകുട്ടി അല്ലേ? ആൺകുട്ടി. അപ്പൊ അത് ആണാണ് എന്ന് തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് അത് സല്ലിംഗ ബഹുവചനമാണ്. പെൺകുട്ടി, പെൺകുട്ടി അത് പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ പൂങ്കോഴി അത് പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? അപ്പൊ അതെന്താണ് അവിടെ? സല്ലിംഗമാണ് അല്ലേ? ഭാര്യമാർ അപ്പൊ അത് പെണ്ണാണ് എന്നുള്ളത് അവിടെ മനസ്സിലായി. അപ്പൊ അതെന്താണ്? സല്ലിംഗ ബഹുവചനമാണ്. അതേപോലെ തന്നെ ഇവിടെ ഗായികമാർ അല്ലെ? അത് പെണ്ണാണ് എന്നുള്ളത് അവിടെ തിരിച്ചറിഞ്ഞു. പിടിയാന പെണ്ണാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ ഒരു എക്സ്പെഷ്യലി വരുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ ഈ നദികൾ സല്ലിംഗ ബഹുവചനത്തില് വരുന്നതാണ് കേട്ടോ. നദികൾ, അതുപോലെ മലകൾ, നദികൾ മലകൾ ഇതൊക്കെ എന്താണ്? സല്ലിംഗ ബഹുവചനത്തില് വരുന്ന വാക്കാണ്. സല്ലിംഗം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏത്? സല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതേപോലെ അല്ലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഉദാഹരണം ഞാൻ പറയാം. കുട്ടികൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല, അതുകൊണ്ട് അത് അല്ലിംഗ ബഹുവചനമാണ്. അധ്യാപകർ, അധ്യാപകർ അത് മാഷാണോ ടീച്ചറാണോ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതപ്പോ അല്ലിംഗമാണ്. നോക്കിക്കേ, മൃഗങ്ങൾ, മൃഗങ്ങൾ കണ്ടോ? മൃഗങ്ങൾ എന്താണ്? അല്ലിംഗ ബഹുവചനം ആണ്. മക്കൾ, നേരത്തെ നമ്മൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ? മക്കൾ ആൺമകളാണോ മക്കളാണോ പെൺമക്കളാണോ എന്നുള്ളത് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. കോമൺ ആയിട്ട് മക്കൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അല്ലിംഗ ബഹുവചനമാണ്. ബന്ധുക്കൾ, ബന്ധുക്കൾ അമ്മായിയാണോ അമ്മാവനാണോ ചേട്ടനാണോ ചേട്ടിയാണോ ചെറിയമ്മയാണോ വലിയമ്മയാണോ ചെറിയച്ഛനാണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ബന്ധുക്കൾ എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആണുണ്ട് പെണ്ണുണ്ട്. അത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മടിയർ, മടിയരാണ് ആര്?
ആണാണോ അവളാണോ അവനാണോ പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്താണ് അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി പൂജക ബഹുവചനമാണ് അല്ലെ. എന്താണ് നമ്മൾ ആദരവ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ, പദങ്ങളാണ് ഏത് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ബഹുമാനത്തെ സൂചിപ്പിക്കാൻ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് ഇതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, നമ്മൾ ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളാണ് പൂജക ബഹുവചനത്തില് വരിക. ഏതൊക്കെ വരും? തിരുവടികൾ, തിരുവടികൾ നേരത്തെ തന്ന ഓപ്ഷനിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എന്താണ് പൂജക ബഹുവചനത്തില് വരുന്നതാണ് താങ്കൾ. താങ്കൾ നമ്മൾ ബഹുമാനാർത്ഥം പതിക്കില്ലേ, താങ്കൾ എപ്പോഴാ വരിക എന്ന് ചോദിക്കില്ലേ, അതെന്താണ് പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. തിരുവടികൾ, താങ്കൾ, ബ്രാഹ്മണർ, ബ്രാഹ്മണർ ഇതൊക്കെ എന്താണ് അല്ലിംഗ പൂജക ബഹുവചനത്തില് വരുന്നതാണ്. വൈദ്യർ അല്ലെ, വൈദ്യരെ എന്ന് പറയും അല്ലേ, അതെന്താണ് പൂജക ബഹുവചനമാണ്. നിങ്ങൾ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ എന്താണ് പൂജക ബഹുവചനത്തില് വരുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് സല്ലിംഗം, എന്താണ് അല്ലിംഗം, എന്താണ് പൂജക ബഹുവചനം, ഇതോടെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ഒന്ന് വായിച്ചു നോക്കിക്കേ. ശരീരം, ശരീരത്തിന്റെ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡികൾ ഏതാണ് ഇവിടെ ആൻസർ? ബി ആണ് കേട്ടോ. എല്ലാം ശരിയാണ് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ് പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചേ. നമ്മുടെ ശരീരം നമ്മുടെ ശരീരം പറയില്ലേ, ആ ശരീരത്തിനെ നമുക്ക് എന്തൊക്കെ പറയാം? ഗാത്രം എന്ന് പറയാം, മേനി എന്ന് പറയാം, കായം എന്ന് പറയാം, ബബുസ് എന്ന് പറയാം, ആകൃതി എന്ന് പറയാം, രൂപം എന്നും പറയാം. ഇതെല്ലാം എന്താണ് ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ്. പഠിക്കണേ. ഗാത്രം, മേനി, കായം, വബുസ്, ആകൃതി, രൂപം ഇതെല്ലാം ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം നോക്കാം. 47/24 പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ധൃതി. ധൃതിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെ വരും? ഏതൊക്കെയാണ് ധൃതി? ധൃതി എന്ന പദത്തിന്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഉറപ്പ് എന്ന് പറഞ്ഞാൽ ധൃതിയാണ്. നമ്മൾ പറയും നമ്മളൊരു പ്രോമിസ് കൊടുക്കുക അല്ലെ, അത് ഉറപ്പാണ് അല്ലെ. പക്ഷെ അത് എന്താണ്? ധൃതിയാണ് കേട്ടോ. ഉറപ്പ്, തിടുക്കം, എന്തായാലും ഇങ്ങനെയൊക്കെ ഉറപ്പൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ അവിടെ അങ്ങോട്ട് വിട്ടും കൊണ്ട് മിണ്ടാതെ വരില്ലേ. ഉറപ്പ്, തിടുക്കം, പിന്നെ വേഗം അല്ലെ. പിന്നെ ഏതാണ് വരിക? ഏതാണ്? സ്ഥൈര്യം ട്ടോ. ഇതെല്ലാം ഏതിന്റെയാണ്? ധൃതിയുടെ പര്യായ പദങ്ങളാണ്. ധൃതി എന്ന വാക്കിന് സമാനാർത്ഥമാണ് ഉറപ്പ്, തിടുക്കം, വേഗം, സ്ഥൈര്യം. അടുത്തത് അഗ്നി. അഗ്നിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെ വരും? അനലൻ അല്ലേ. അനലൻ എന്താണ്? അഗ്നിയാണ്. അതുപോലെ ഏതാണ്? ശിഖി ട്ടോ. അനലൻ, ശിഖി, വൈശ്വാനരൻ, വൈശ്വാനരൻ ഇതെല്ലാം അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. അനലൻ, ശിഖി, വൈശ്വാനരൻ അഗ്നിയുടെ പര്യായ പദം ആണ്. വിഹഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹഗം, വിഹഗം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് കേട്ടോ. ഏതാണ്? പക്ഷിയാണ്. മഞ്ഞ്. മഞ്ഞിന് എന്തൊക്കെ നമുക്ക് പറയാം? നീഹാരം, തുഷാരം എന്നൊക്കെ പറയാം അല്ലെ. മഞ്ഞിന് നീഹാരം, തുഷാരം എന്നൊക്കെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ ഇട്ടില്ല, സോറി. ഇതെല്ലാം 24-ത്തെ ചോദ്യങ്ങളാണ്. മഞ്ഞ് എന്ന് പറഞ്ഞാൽ നീഹാരം അല്ലെങ്കിൽ തുഷാരം ഇതൊക്കെ മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താണ് ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ? അത്യധികം വിഷമിക്കുക എന്നതാണ് ചക്രശ്വാസം വലിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് പ്രീവിയസ് ചോദ്യം നോക്കാം. 47/24 ചോദ്യമാണ്.
കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന്റെ സന്ദർഭത്തിൽ പറയുന്ന പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഏതാണ് ഒരു ആൻസർ? മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ട് ഇറക്കാനും വയ്യ കേട്ടോ. മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ട് ഇറക്കാനും മേല എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ. ഇത് തരാം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ. ഇതിന്റെ ശൈലി എന്താണ്? എന്താ പറഞ്ഞത് നമ്മള്? എന്താ ശൈലി പറഞ്ഞത്? മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. ഇതാണ് ഇതിന്റെ ശൈലി. ഓക്കെ, ഇനി അടുത്ത ശൈലി നോക്കാം. 102/24 ചോദ്യമാണ്. ഉപ്പും ചോറും തിന്നുക. ഉപ്പും ചോറും തിന്നുക. ഇതിന്റെ ശൈലി എന്താണ്? ഉപ്പും ചോറും തിന്നുക പ്രീവിയസ് ചോദ്യമാണ്. 102/24 ചോദ്യമാണ്. ഉപ്പും ചോറും തിന്നുക. എന്താണ്? ആശ്രിതനായി കഴിയുക. എന്താണ്? ആശ്രിതനായി കഴിയുക. ആശ്രിതനായി കഴിയുക എന്നതാണ് അതിന്റെ അർത്ഥം. ശൈലി ട്ടോ, അർത്ഥമല്ല, ശൈലിയാ. 66/24 PSCയുടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. കാലദേശങ്ങൾക്ക്, അത് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും ആൻസർ. കാലദേശങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കണം അല്ലെ? കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. എന്താണ് അവിടെ പറയുന്നത്? നാടോടുമ്പോൾ നടുവേ ഓടണം അല്ലേ? നമ്മൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. പഴയ പോലെ നിൽക്കാൻ പറ്റില്ല അല്ലെ? നാടോടുമ്പോൾ നടുവേ ഓടണം. ഇതാണ് ഇതിന്റെ ശൈലി. നെക്സ്റ്റ് വൺ ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ചോദ്യം വന്നിട്ട് 38/24 ചോദ്യമാണ്. അധികമായാൽ അമൃതം വിഷം. ചിലപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ പഴഞ്ചൊല്ല് കണ്ടെത്താൻ പറയും. അപ്പൊ അത് ഏതാണ് ചോദിച്ചാൽ ഈ അധികമായാൽ അമൃതം വിഷം എന്താണ്? അത് ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. അമൃതം വിഷം ഇതൊരു പഴഞ്ചൊല്ല് ആണ്. കൂപമണ്ഡുകം 71/24 ചോദ്യമാണ്. കൂപമണ്ഡുകം. എന്താ കൂപമണ്ഡുകം എന്ന് പറഞ്ഞാൽ? അതിന്റെ ശൈലി എന്താണ്? കൂപമണ്ഡുകം എന്ന് പറഞ്ഞാൽ ലോകവിവരം ഇല്ലാത്തവൻ. ലോകവിവരം, അതായത് നമ്മൾ ഈ ലോകത്തെ കുറിച്ചിട്ട് ഒരു അറിവും ഇല്ലാത്തവനെയാണ് ലോകവിവരം ഇല്ലാത്തവൻ എന്നതിന്റെ ശൈലി എന്താണ്? കൂപമണ്ഡുകം. എന്താ കൂപമണ്ഡുകം പറഞ്ഞാൽ? കിണറ്റിലെ തവള അല്ലെ? കിണറ്റിലെ തവളയ്ക്ക് വല്ലതും അറിയോ? ഇല്ല. ഈ തവള കിണറ്റിന്റെ ഉള്ളിൽ മാത്രം ഒഴിക്കും. കിണറ്റിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതിന് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതിനെയാണ് കൂപമണ്ഡുകം. മണ്ഡുകം എന്ന് പറയുന്നത് തവള അല്ലെ? കൂപമണ്ഡുകം, കിണറ്റിലെ തവള. അപ്പൊ ലോകവിവരം ഇല്ലാത്തവൻ. മനസ്സിലായോ? ഇനി തിരനോട്ടം എന്ന ശൈലി എന്താണ്? 92/24 തിരനോട്ടം എന്ന ശൈലി എന്താണ്? അല്പാൽപമായിട്ട് സൂചനകൾ നൽകുന്നത് കേട്ടോ. അല്പാൽപമായി സൂചനകൾ തിരനോട്ടം എന്താണ്? അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ശൈലികൾ ഇവിടെ പഠിച്ചു. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ചോദിച്ചാൽ അത്യധികം വിഷമിക്കുക. അതേപോലെ കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്ന് പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ട് ഇറക്കാനും മേല. ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞാൽ ആശ്രിതനായി കഴിയുക. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നാടോടുമ്പോൾ നടുവേ ഓടണം. അധികമായാൽ അമൃതം വിഷം, അതൊരു പഴഞ്ചൊല്ലാണ്. കൂപമണ്ഡുകം എന്ന് പറഞ്ഞാൽ ലോകവിവരം ഇല്ലാത്തവൻ. തിരനോട്ടം എന്ന് പറഞ്ഞാൽ അല്പാൽപമായി സൂചനകൾ നൽകുന്നത്. നെക്സ്റ്റ് വൺ പിരിച്ചെഴുതുക. അത്യന്തത്തിനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇതില് ശ്രദ്ധിച്ചു ചെയ്ത് നോക്കൂ. അതി പ്ലസ് അന്തമാണ് കേട്ടോ. അതി പ്ലസ് അന്തം അത്യന്തം. എങ്കിൽ നമുക്ക് പ്രീവിയസ് ചോദ്യം നോക്കാം. 47/24 ഒരു ചോദ്യം നോക്കിക്കേ.
കാട്ടിനേൻ. ഒന്ന് പിരിച്ചെഴുതി നോക്കണം. ഒന്ന് റഫൊക്കെ എടുത്തിട്ട് ഒന്ന് പിരിച്ചെഴുതി നോക്കിക്കേ. കാട്ടിനേൻ ഒന്ന് പിരിച്ചെഴുത്. 66/24 ചോദ്യമാണ് അവൻ. അവൻ. 38/24 ചോദ്യമാണ് താവഴി. താവഴി. ഇതൊക്കെ ഒന്ന് പിരിച്ചെഴുതി നോക്ക്. ഒരു റഫ് എടുത്തിട്ട് പിരിച്ചെഴുതി നോക്ക്. മടിക്കാൻ പാടില്ല, ചെയ്ത് നോക്കണം കേട്ടോ. 71/24 800. 800. നെന്മണി. ഇതെല്ലാം ഒന്ന് പിരിച്ചെഴുത് മക്കളെ. കണ്ടു. പ്രത്യക്ഷം. ഒക്കെ ഒന്ന് പിരിച്ചെഴുതിക്കേ. 78/24 ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് കാട്ടിനേൻ പിരിച്ചെഴുതുക? കാട്ടിനേൻ എങ്ങനെ പിരിച്ചെഴുതും? കാട്ടി പ്ലസ് ഏൻ. കണ്ടോ? കാട്ടി പ്ലസ് ഏൻ കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ കാട്ടിനേൻ. അവൻ എങ്ങനെ പിരിച്ചെഴുതും? എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആ പ്ലസ് അൻ അല്ലേ? ആ അധികം അൻ ആണ് അവൻ അല്ലേ? ആ അധികം അൻ ആണ് അവൻ. താവഴി. താവഴി ഒന്ന് പിരിച്ചെഴുതു. തായ. തായ അധികം വഴി ട്ടോ. തായ അധികം വഴിയാണ് താവഴി. 800. എൺ അധികം 100. 800. നെന്മണി. നെന്മണി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. നെല് അധികം മണി നെന്മണി. കണ്ടു. കൺ പ്ലസ് തു. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. പ്രത്യക്ഷം. പ്രതി അധികം അക്ഷം. ഇതാണ് പിരിച്ചെഴുത് കേട്ടോ. അപ്പൊ അത്യന്തം പിരിച്ചെഴുതാൻ പറഞ്ഞപ്പോൾ അതി പ്ലസ് അന്തം നമ്മൾ പറഞ്ഞു. അതി അധികം അന്തം അല്ലേ? അതുപോലെ കാട്ടിനേൻ. കാട്ടി അധികം ഏൻ. അവൻ ആ അൻ അല്ലേ? താവഴി. തായ് വഴി. 800. 800. നെന്മണി. നെല് മണി. കണ്ടു. കൺ തു അല്ലേ? കൺ തു കണ്ടു. പ്രത്യക്ഷം പ്രതി അക്ഷം. നമുക്ക് അടുത്തത് ശൈലിയാണ്, സോറി പരിഭാഷയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. പ്രിയാമ്പിളിന്റെ പരിഭാഷ, മലയാള പരിഭാഷ. പ്രിയാമ്പിൾ. എന്താണ് പ്രിയാമ്പിൾ? നമ്മൾ ചെയ്യും അല്ലെ? നമുക്കത് അറിയാത്ത ആൾക്കാരോ അല്ലെ? എന്താണ് പ്രിയാമ്പിള്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ് അല്ലെ? ആമുഖം. പ്രിയാമ്പിളിന്റെ മലയാള പരിഭാഷ എന്താണ്? ആമുഖം. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. 47/24 ഒരു പരിഭാഷയാണ്. അതായത് നമ്മുടെ എഴുതാം. No action seems to be called for, on or part. ഇതിന്റെ മലയാള പരിഭാഷ എന്താണ്? എന്തായിരിക്കും? നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. മനസ്സിലായോ? ഇതാണ് മലയാള പരിഭാഷ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നെക്സ്റ്റ് വൺ 102/24 ഒരു മലയാള പരിഭാഷ നോക്കാം. നിഷ prefers coffee to tea. Nisha prefers coffee to tea
അതിന്റെ മലയാള പരിഭാഷ എന്താണ്? നിഷയ്ക്ക് ചായയേക്കാൾ ഏതാണ് ഇഷ്ടം? കോഫിയാണ് ഇഷ്ടം എന്നാണ് അതിന്റെ മലയാള പരിഭാഷ. അടുത്ത 102/24 തന്നെ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എവരി പോട്ടർ praises his own potter. Every potter praises his own potter. അതിന്റെ മലയാള പരിഭാഷ എന്താണ്? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലേ? ഇതാണ് അതിന്റെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ തർജ്ജമ എങ്ങനെ ചെയ്യാം? എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ടർ. തെറ്റിക്കാൻ പാടില്ല. ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. 38/24 ഒരു ചോദ്യം കൂടി നോക്കിക്കോ. നമ്മളിപ്പോ അതിൽ ഒരു മലയാളത്തിലാണ് തന്നത്, എന്നിട്ട് അതിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ എനിക്ക് തലവേദനയുണ്ട് എങ്ങനെ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? നമ്മൾ സ്കൂളിലൊക്കെ ലീവ് ലെറ്റർ എഴുതുമ്പോൾ ആദ്യം പറയില്ലേ, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക് ആൻഡ് ഫീവർ. നുണയായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പറയണേ. ഐ ആം സഫറിംഗ് ഫ്രം. അവിടെ ഈ ഒരു ഫ്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇത് തന്നിട്ട് ഇവിടെ ഫ്രം മാറ്റിയിട്ടുള്ള പ്രിപ്പോസിഷൻ മാറ്റി തന്നു. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അവിടെ തെറ്റിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ശ്രദ്ധിക്കണേ. ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക് അല്ലേ? ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക്. എനിക്ക് തലവേദനയുണ്ട് അല്ലെ? എനിക്ക് തലവേദന ഉണ്ട്. 38/24 മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചു അല്ലെ? 80 ക്വസ്റ്റ്യൻ ആയി. 10 ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചു. 10 ക്വസ്റ്റ്യന്റെ കൂടെ എത്രമാത്രം പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു എന്നുള്ളത് 100 കണക്കിന് നമ്മൾ ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷൻ ചെയ്തു പോയി അല്ലെ? നമുക്കൊന്നും കൂടി നോക്കാം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എനിക്ക് തലവേദനയുണ്ട് എന്നതിനെ മാറ്റുമ്പോൾ ഐ ആം സഫറിംഗ് ഫ്രം ഹെഡ് ഏക്ക്. പ്രിയാമ്പിൾ മലയാള പരിഭാഷ ആമുഖം. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ എന്താണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും എന്തും ആയിക്കോട്ടെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ 2021 മുതൽ 2026 വരെയുള്ള ചോദ്യങ്ങൾ, 2021 മുതൽ 2026 വരെയുള്ള ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 2024ഉം 2025ഉം ഒക്കെ നമ്മൾ ഓൾറെഡി അവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, റൗണ്ട് അപ്പ് ചെയ്തിട്ട് വരാം. 21-26 ആകുമ്പോൾ ഇംഗ്ലീഷും മലയാളവും ഇതിൽ നിന്നും 20 മാർക്ക് എവിടെയും നഷ്ടപ്പെടാതെ ഈ 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആക്കിയിട്ട് ഞാൻ തരും. മനസ്സിലായോ? അതുപോലെ നമുക്കറിയാം എത്ര മാർക്കാണ്? 30 മാർക്ക് നമ്മൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ പോകും. ഒരു 20 മാർക്കോളം കറണ്ട് അഫെയറിൽ പോകും. അതിൽ ബാക്കി 50 മാർക്ക് നമ്മളുടെ GK ടോപ്പിക്കാണ്. GK ടോപ്പിക്കിൽ എങ്ങനെയായാലും ഒരു 30 മാർക്കിന്റെ അടുത്ത് ഏതിൽ വരും? നമുക്ക് SCERT ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ SCERT ക്ലാസ്സുകളെ ഓരോ ലെസൺ, ഇപ്പൊ ബയോളജിയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ബയോളജി തുടങ്ങി. ബയോളജി ഇപ്പൊ ഏകദേശം 12 ലെസൺ കഴിഞ്ഞു കേട്ടോ. 12 ലെസൺ നമുക്ക് നമ്മളുടെ സിലബസിൽ ഏതൊക്കെയാണോ ചാപ്റ്ററുകൾ വേണ്ടത് ആ സിലബസിൽ 12 ലെസൺ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് കേട്ടോ. ലെസൺ വായിച്ചിരുന്ന് പഠിക്കുകയല്ല, ക്വസ്റ്റ്യൻ ആൻസർ അതിൽ എല്ലാം മരിച്ചു പറക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ എന്ന രീതിയിൽ 12 ലെസൺ കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷന്റെ 1ാമത്തെ ലെസൺ കഴിഞ്ഞു. 2ാമത്തെ ലെസണിലേക്ക് കിടക്കണം. നമുക്ക് വേണ്ട സബ്ജക്ട് ലെസൺസ് മാത്രം എടുത്തിട്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കഴിയണം. അപ്പൊ അങ്ങനെ 30 മാർക്കും നിങ്ങൾക്ക് എക്സാമിനുള്ള 50 മാർക്ക് ഞാൻ സേഫ് ആയിട്ട്, അതായത് ഒരു ദിവസം 1 മണിക്കൂർ മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒപ്പം കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 50 മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.